ദോ പൊറോട്ട കുറച്ച് ബീഫ് വിശന്നിട്ട്. പൈസ തരാം. ദോ പൊറോട്ട കുറച്ച് ബീഫ്. ബീഫ് നൽകാൻ തോന്നാം. ഒന്നല്ല. എടുത്തെടുത്തു. എഴുതിക്കോട്ടോ. കഴിഞ്ഞാ തനി പോലീസുകാരൻ തന്നെ എന്നെ കാശ് പോലും. പിന്നെ സാറിനോട് പറഞ്ഞ് നമ്മുടെ 5% കാര്യം ഒന്ന് നോക്കണം. എന്റെ ജോർജ് ചേട്ടാ, മനോജ് സാറിന്റെ ഡീലാ. അങ്ങേര് തന്നാ തന്നു, കിട്ടിയാലായി. കൈ കെട്ടിയിട്ട് മിസ്സായി പോയില്ല. കുഞ്ഞുമ്മനെ ഡീൽ ചെയ്യാന്ന് വെച്ചാല് നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല. ആ പരനാർക്ക് കാഞ്ഞ ബുദ്ധിയാ. മോള് നല്ല പിടിപാടും. ഹലോ, എന്താ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്നായിരുന്നു, പെട്ടെന്ന് കാണാനില്ല. ഇങ്ങോട്ടെങ്ങനെ കയറിയെന്ന് നോക്കിയായിരുന്നു. നിങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ട് ഞങ്ങൾ അങ്ങനെ കാണാൻ. അപ്പൊ ഇങ്ങോട്ട് വന്നില്ലല്ലേ? താങ്ക്സ്. വീഡിയോ മിക്കവാറും വൈറലാവും. എടാ വിജിലൻസ് ഇപ്പല്ലേ അവനെ കൊണ്ട മകളെ കെട്ടിച്ചിരിക്കുന്നേ. അയാൾ ആരെ കൊണ്ട് വേണേലും കെട്ടിച്ചോട്ടെ. സാർ ഇന്നുവരെ എൻ്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു തട്ടുകട വന്നിട്ടുണ്ടോ? എനിക്കറിയാം. എന്നാ പിന്നെ ഇതിനൊരു കുഴപ്പമില്ല. അവൻ കുറുക്കനാണെന്ന് എനിക്കറിയാം. സാറേ, സാറിനെ പറിച്ചിട്ട് വിചാരിക്കും നിങ്ങൾ എന്നെ പിടിച്ചത്. ഏതോ പിടിച്ചുപറിക്കാരനാണ്. പോലീസ് ഉണ്ടോ? ഇത് നമുക്കറിയില്ല. കള്ളന് ആയിരിക്കും. വിളിക്കല്ലേ? ചേച്ചി മിഡിൽ ചേച്ചി, സത്യോട് ഞാൻ കള്ളനാണ്. ഇപ്പൊ ഞാൻ കക്കാൻ വന്നല്ലേ ചേച്ചി. പോലീസുകാരൻ്റെ പുറകിലുണ്ട് ചേച്ചി. പ്ലീസ് പറയില്ല പ്ലീസ്. ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നോ? ഇല്ല. എന്തേലും ഒച്ചോട്ടോ? ഇല്ല, കേട്ടില്ല. അവിടെ കാര്യമില്ല സാറേ. അവിടെ നോക്കിട്ട് കണ്ടില്ല. അവനെ എൻ്റെ കിട്ടും. ഇനി ഒരുത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ലെങ്കിൽ പിടിക്കരുത്. ചേച്ചി
സ്വന്തമായിട്ട് വലിയൊരു മോഷണം നിർത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഈ ബാങ്ക് കൊള്ളടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അത് കുറച്ച് കൂടിപ്പോവും. ചേച്ചി, ആ മിഷൻ എങ്ങനെ പൈസ എടുക്കുക? കാർഡിട്ട് ഞാൻ കാർഡും തരാം, കുറച്ച് പൈസ എടുക്കട്ടെ. താന്ന് പോടോ. കംപ്ലീറ്റ് പൈസ ആയിരിക്കും. $786 സീസണാണ്, അതൊക്കെ ബുക്കിംഗ് ആണ്. എന്നാ പിന്നെ ഇത് നല്ല നമ്പറല്ലേ, എടുത്തോ. പിന്നെ ഇതായിക്കോട്ടെ. അയ്യോ അത് വേണ്ട, വേറെ നോക്കാം. നിറച്ച് പൈസയാണ്. കിടക്കട്ടെ. ഇതിനപ്പം എത്ര കഷ്ടപ്പെട്ട് വഴിയാൽ ഓടിയത്. ഹലോ, ഞാൻ ഗംഗയാണ്, ഗംഗ. പിന്നെ ഒരു വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊളിച്ചു വെക്കാൻ പറ്റുമോ? അതൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്വപ്നത്തെ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. പണ്ടൊരു നാട്ടിൽ പാതിരാത്രിയിൽ ഓടിളക്കി ഞാൻ കഥ കയറി. അവിടെ നിന്നും ഈ പുതിയ കഥയിലൂടെ ഓടി ഓടി ഞാൻ